Hello friends, welcome to channel goodhappenshereajay channelലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പോസ്റ്റ് പേ കാർഡിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അൺബോക്സിംഗ് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പേ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, ശരിക്കും പേ ലേറ്റർ ഓപ്ഷൻ ആണത്. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു 2-3 വീക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഓഫേഴ്സ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ക്യാഷ് ബാക്ക് ആയിട്ട് എനിക്കൊരു നമുക്ക് ശരിക്കും നമ്മളൊരു റീസെൻ്റ്ലി ഞാനിപ്പോൾ തന്നെ നമ്മളിപ്പോൾ സിനിമ കാണാൻ പോയപ്പോൾ ഐനോക്സിൽ പോയപ്പോൾ തന്നെ നമുക്ക് 50% ക്യാഷ് ബാക്ക് കിട്ടി. അപ്പോൾ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓഫ്ലൈൻ കാർഡ് ഉപയോഗിക്കാനായാലും അല്ലെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയാം. എന്തായാലും ആ ക്യാഷ് ബാക്ക് കിട്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ ആപ്പിൽ കാണിച്ചു തരും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഷെയർ ചെയ്യട്ടെ. ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് തുടങ്ങിയിട്ട് ചെറുതായിട്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി ചെയ്യാനൊന്നും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റ് പേനെ നമ്മളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോസ്റ്റ് പേയുടെ കാർഡും അതുപോലെ തന്നെ ഒരു ആപ്പും. ഞാൻ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോസ്റ്റ് പേൻ്റെ ആപ്പിലേക്ക് പോവാം. അപ്പോൾ ലോഡിംഗ് ആണ്, ലോഡിംഗ് പ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹോം സ്ക്രീൻ വന്ന് നമുക്ക് ഇപ്പോൾ എൻ്റെ പേര് കാണിച്ചു ഇവിടെ. എനിക്ക് അവൈലബിൾ ലിമിറ്റ് എന്തെങ്കിലും 20,000 രൂപയായിരുന്നു. അപ്പോൾ അതായത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1,800 രൂപ 1,880 രൂപ ഓൾമോസ്റ്റ് യൂസ്ഡാണ്. അതിൽ നമുക്കിവിടെ ക്യാഷ് ബാക്ക് എന്ന് താഴെ വരുന്നുണ്ടോ, അല്ല 169 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിൽ റെഫർ ചെയ്താൽ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ നമുക്കത് വേണമെങ്കിൽ UPI ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ സൈഡിലായിട്ട് UPI മോഡും ഉണ്ട് BharatPeൻ്റെ. അതുപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു പ്രൊവൈഡ് ഉണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റ് പേയുടെ വിസ കാർഡിൻ്റെ ഒരു പടം അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കാണിക്കുന്നില്ല. ജസ്റ്റ് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഓപ്ഷനിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഓഫ് ചെയ്യാൻ എന്തായാലും കാണിച്ചു തരാം, നമുക്ക് ബ്ലർ ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഇങ്ങനെ കാർഡ് നമ്പറും എൻ്റെ പേരും കാര്യം ഇത് തന്നെ സെയിം കാർഡ് എനിക്ക് വന്നേക്കാൻ തരാം. എനിക്കൊരു 1.5 എന്നല്ല, ഒരു 1 വീക്കിനേ ഉള്ളൂ. 1 വീക്കിലുള്ള കാർഡ് കിട്ടി. നമുക്കിതിൽ കോൺടാക്ട്ലെസ് NFS ഉണ്ട്. POS നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ കേട്ടോ. നമുക്ക് കാർഡ് സ്റ്റാറ്റസ് ആക്ടിവേറ്റിംഗ് ഓഫ് ചെയ്യാം, പിന്നെ റീസെറ്റ് ചെയ്യാം, പിന്നെ അടിച്ചു കൊടുക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാഷ് ബാക്കിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ക്യാഷ് ബാക്കിൽ നമുക്ക് ഓഫേഴ്സ് കുറേ എണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് അതിൽ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ കിട്ടിയതാണ്. നമ്മൾ 200 രൂപയുടെ ഒരു ടിക്കറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് 100 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടി ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അതുപോലെ ഇങ്ങനെ ഓഫേഴ്സ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് ഫസ്റ്റ് ഓൺലൈൻ കാർഡ് ട്രാൻസാക്ഷൻ 50% ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ഓഫ്ലൈൻ കാർഡ് ട്രാൻസാക്ഷൻ 50% ഉണ്ട്. പിന്നെ നോർമൽ എല്ലാ ക്യാഷ് ബാക്കും ഉണ്ട്. എല്ലാ കാർഡ് ട്രാൻസാക്ഷനും 2% ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ഓഫർ നമുക്ക് ഓയോയിലുണ്ട്, ഫാർമസി, മിന്ത്രയിലുണ്ട്, സാംസങ്, ടാറ്റ 1MG, Z5, ബിഗ് ബാസ്ക്കറ്റ്, ബേവ്കു, ടാറ്റ സ്കൈ, തനിഷ്ക്, booking.com, മെഡിബഡി, ലിനോവ, കല്യാൺ ജ്വല്ലറീസ്, ജോയ ലുക്കാസ്, എല്ലാത്തിലും ഉണ്ട് കേട്ടോ. നമുക്ക് സൂം കാർ, മാർക്ക് ആൻഡ് സ്പെൻസർ, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെയിലി അല്ല, ഓൾമോസ്റ്റ് ഒരു 1 വീക്കിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു കാർഡാണ്. ഞാൻ ആക്ച്വലി എടുത്തപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോലെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. BharatPeയുടെ ഒരു ആപ്പാണ് പോസ്റ്റ് പേ എന്ന് പറയുന്നത്. നിങ്ങൾ പോസ്റ്റ് പേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നമ്മുടെ എന്താ പറയുക T20 വേൾഡ് കപ്പ് സ്പോൺസേർഡ് ആയിരുന്നു, ഒരു മെയിൻ സ്പോൺസറിങ് ആയിരുന്നു. പിന്നെ അവർ കസ്റ്റമർ അക്കൗണ്ട് കോൺടാക്ട് ചെയ്യുന്നത് help@postpay.app എന്നൊരു വെബ്സൈറ്റ് എന്താ പറയുക ഒരു ഇമെയിൽ ID എനിക്ക് കോൺടാക്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ തരുന്നുണ്ട്. ഒരു 1.5 hour'ലുള്ള തന്നെ നമുക്ക് റിപ്ലൈ ഇമെയിൽ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ റീപേയ്മെൻറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് വന്നതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ റീഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ലൊരു പേ ലേറ്റർ ഓപ്ഷനാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഒരു കാർഡും തരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പേ ലേറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് 35 ഡേയ്സിൽ അടച്ചാലും മതി. നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാട്ടോ. പോസ്റ്റ് പേ നിങ്ങൾ ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പാൻ കാർഡ്, ആധാർ കാർഡ്, KYC ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. നമുക്കത് അൺഅവൈലബിൾ ആണെങ്കിൽ അത് ഓൾറെഡി കാണിക്കും. നിങ്ങൾ ഓൾറെഡി അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ലാന്ന് കാണിക്കും. അതിനാണ് എൻ്റെ പ്രൊസീജിയർ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെന്തായാലും എങ്ങനെ എടുക്കുന്നത് നമ്മൾ വേറെ വീഡിയോ ഇട്ടുണ്ടെന്ന് അത് പോയി കാണാൻ ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം.